ലിഫ്റ്റ് എലവേറ്റർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇംഗ്ലീഷ്. ഇപ്പോൾ ചൈനയിൽ കൂടുതൽ ഫോളോ ചെയ്യുന്നത് US ഇംഗ്ലീഷാണ്. അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു, അപ്പോൾ നമ്മളെ ഗൈഡ് എപ്പോഴും ഇത് പെട്രോൾ കാർ ആണ് എന്നല്ല പറഞ്ഞത്, ഇത് ഗ്യാസോലൈൻ എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ പെട്രോളിന് ഇവർ അമേരിക്കക്കാർ ഗ്യാസോലൈൻ എന്ന് പറയാം, ഗ്യാസോലൈൻ. അതേപോലെ ഇപ്പോൾ നമ്മൾ ബിന്നല്ലേ, വേസ്റ്റ് ബിന്നൊക്കെ ഇവിടെ പറയുന്നത്, ഇപ്പോൾ റിസപ്ഷനിൽ അവർ പറയുന്നത് കേട്ടു ട്രാഷ് എന്ന് പറയുന്നത്. നമ്മൾ ബിൻ എന്ന് പറയും, അവർ ട്രാഷ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ രണ്ടും ഉപയോഗിക്കാം. ഒന്ന് ബ്രിട്ടീഷ്, രണ്ട് സെയിമാണ്, ഒന്ന് ബ്രിട്ടീഷ് ഒന്ന് അമേരിക്കൻ. അതുപോലെ തന്നെ ഇന്നലെ ഗൈഡ് പറഞ്ഞ കേട്ടോ, നിങ്ങൾ മെട്രോ എല്ലാം സബ്വേ ആണെന്ന് പറഞ്ഞു. സബ്വേ എന്ന് പറഞ്ഞാൽ എന്താ? സബ്വേ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട്. നമ്മൾ ബ്രിട്ടീഷുകാർ അണ്ടർഗ്രൗണ്ട് എന്ന് പറയും, അമേരിക്കക്കാർ സബ്വേ എന്ന് പറയാം. അപ്പോൾ സബ്വേ, മെട്രോ എല്ലാം സബ്വേ ആണെന്നാ പറയാം. അപ്പോൾ ഈ നാലും ശരിക്കും ക്ലിയർ ആയില്ലേ? എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണോ, പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. 2 മാസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സാണ്. നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഞങ്ങൾക്ക് വേണ്ടത് ഒരു അരമണിക്കൂർ സമയം. നിങ്ങൾ ഫ്രീ ആണ്, ഒരു അരമണിക്കൂർ ഞങ്ങളുടെ ട്രെയിനർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. 2 മാസം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും. ബയോയിൽ വാട്സാപ്പിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. വളരെ ചെറിയ ഫീ ആണ്. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. താങ്ക് യു സോ മച്ച്.